Hi everyone. Today we will deal with our 10th unit, bailment and pledge. So, ഈ യൂണിറ്റിൽ നമുക്ക് രണ്ട് ടോപ്പിക്കുകളെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ബെയിൽമെന്റും പ്ലെഡ്ജും. ഓൾമോസ്റ്റ് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ രണ്ട് ടോപ്പിക്കും സിമിലർ ആയിട്ട് തോന്നും. പക്ഷെ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ബെയിൽമെന്റ് എന്താ എന്ന് നോക്കാനുണ്ട്. Then kinds of bailment, duties of bailer, duties of bailee, rights of bailer, rights of bailee, rights of bailer and bailee against a wrongdoer, finder of goods, rights of finder of goods, duties of finder of goods, termination of bailment, pledger, who may pledger, pledge and hypothecation, rights of pony, duties of pony, rights and duties of pawner, pledge by non-owners. അത്യാവശ്യം വൈഡ് ആയിട്ട് നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ നോക്കാനുള്ള ഒരു യൂണിറ്റ് ആണ് നമ്മുടെ 10ാമത്തെ യൂണിറ്റ്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് ബെയിൽമെന്റ് എന്ന് നോക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ഗുഡ്സ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാം, ബെയിൽമെന്റ് എന്ന് പറയാം. ഇപ്പം നമ്മൾക്ക് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണം. ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ടൈലർക്ക് കൊടുക്കുകയാണ്, ഒരു പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യാണ്. സോ ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുക, ബെയിൽമെന്റ് എന്ന് പറയുക. ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുഡ്സ് തിരിച്ച് നമുക്ക് തന്നെ ഇങ്ങോട്ട് തരും. ഓക്കെ, ഇത് നോക്കൂ ഡെഫിനേഷൻ. സെക്ഷൻ 148 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, എ ബെയിൽമെന്റ് ഈസ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പർപ്പസ്. എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഗുഡ്സ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ കോൺട്രാക്ട് ദാറ്റ് ദേ ഷോൾ, ഒരു കോൺട്രാക്ടിന്റെ ബേസിൽ. വെൻ ദ പർപ്പസ് ഈസ് അക്കംപ്ലിഷ്ഡ്, be returned or otherwise disposed of according to the direction of the person delivering them. ആരാണോ ഗുഡ്സ് കൊടുത്തിട്ടുള്ളത് അയാളുടെ ഡയറക്ഷൻ അനുസരിച്ച് ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ ഗുഡ്സ് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യണം. എന്താണോ ആ ഗുഡ്സ് തന്ന ആള് പറയുന്നത് അത് അതുപോലെ ചെയ്യണം. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ബെയിൽമെന്റ് എന്ന് പറയാം. ഇനി ബെയിൽമെന്റിൽ രണ്ട് പേഴ്സൺസ് ആണ് ഉണ്ടായിരിക്കുക. ഒന്ന് ആ ഗുഡ്സ് കൊടുക്കുന്ന ആളും ദെൻ ഓപ്പോസിറ്റ് അത് വാങ്ങുന്ന ആളും. ഇങ്ങനെ രണ്ട് പേഴ്സൺസ് ആണ് അവിടെ ഉണ്ടായിരിക്കുക. ദ പേഴ്സൺ ഡെലിവറിങ് ദ ഗുഡ്സ് ഈസ് കോൾഡ് ബെയിലർ. ആരാണോ ഗുഡ്സ് കൊടുക്കുന്നത്, ഡെലിവറി ചെയ്യുന്നത്, ആ ഒരു പേഴ്സണെ നമ്മൾ ബെയിലർ, ബെയിലറും ബെയിലിയും ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ദ പേഴ്സൺ ഡെലിവറിങ് ദ ഗുഡ്സ്, ആരാണോ ഗുഡ്സ് കൊടുക്കുന്നത് ആ ഒരു പേഴ്സണെയാണ് നമ്മൾ എന്ത് പറയാം, ബെയിലർ എന്ന് പറയാം. The person to whom they are delivered is called the bailee. ആർക്കാണോ നമ്മൾ ആ ഗുഡ്സ് കൊടുക്കുന്നത് ആ ഒരു പേഴ്സണെ ബെയിലി എന്നും പറയും. കൊടുക്കുന്ന ആളെ ബെയിലർ എന്നും അത് അക്സെപ്റ്റ് ചെയ്യുന്ന പേഴ്സണെ ബെയിലി എന്നും പറയും. എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇഫ് യു ഗിവ് എ പീസ് ഓഫ് ക്ലോത്ത് ടു എ ടൈലർ ഫോർ സ്റ്റിച്ചിങ് ഇറ്റ് ഹാസ് എ ഷർട്ട്. നമ്മൾ കുറച്ച് ക്ലോത്ത് ഒരു ടൈലറുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്, ഒരു ഷർട്ട് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് കുറച്ച് ക്ലോത്ത് ഒരു ടൈലർക്ക് കൊടുക്കുകയാണ്. In this case, you are a bailer. നമ്മളാണ് ആര്, ബെയിലർ. ആൻഡ് ടൈലർ ഈസ് ബെയിലി. ടൈലർ ആണ് എന്ത്, ബെയിലി. ആ ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈലർക്ക് കൊടുക്കുകയാണ്. അപ്പൊ ടൈലർ എന്ന് പറഞ്ഞ പേഴ്സൺ ബെയിലിയും നമ്മളാരാ, ബെയിലറുമാണ്. ഇനി ബെയിൽമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള പോയിന്റ്സ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഒരു എഗ്രിമെന്റ് വേണം. ബെയിലറും ബെയിലിയും തമ്മിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. For creating a bailment, the first essential requirement is the existence of an agreement between the bailer and the bailee. ബെയിലറും ബെയിലിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് അവിടെ വേണം. It may be express or implied. അത് എക്സ്പ്രസ് ആയിരിക്കാം, ഇംപ്ലൈഡ് ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ എഴുതി തയ്യാറാക്കിയ ഒരു എഗ്രിമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വാക്കാൽ പറഞ്ഞുകൊണ്ടുള്ള ഒരു എഗ്രിമെന്റ് ആവാം. എന്തായാലും അവർ രണ്ടുപേരും തമ്മിൽ ഒരു എഗ്രിമെന്റ് മസ്റ്റ് ആയിട്ടും വേണം.